റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 33ാമത്തെ നിയമം ആളുകളുടെ ദുർബലതകൾ കണ്ടെത്തുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് ഓരോ വ്യക്തിക്കും ഒരു ദുർബലയുണ്ട്. ആ ദുർബലത കണ്ടെത്തി അവരെ നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുക എന്നതാണ്. ഒരു വ്യക്തിയുടെ ദുർബലത അവരുടെ ഭയം, ആഗ്രഹം അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലായ്മ ആകാം. നിങ്ങൾ അവരുടെ ദുർബലത കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും കഴിയും. കൂടുതൽ വിശദമായ വിവരണം. ഓരോ വ്യക്തിയും ഒരു മനുഷ്യകതയാണ്. അതിൽ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭയങ്ങളും അവരുടെ ദുർബലകളുമുണ്ട്. ഒരു വ്യക്തിയുടെ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന തത്വം. ആളുകൾക്ക് ഒരു കാര്യത്തിൽ താൽപ്പര്യമുണ്ട്. അവർക്ക് അത് ലഭിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ അവർക്ക് ആ കാര്യം നൽകാൻ കഴിയുമെന്ന് വിശ്വസിപ്പിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. ഈ വിശ്വാസം നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ ഒരു അവസരം നൽകും. ഒരു വ്യക്തിയുടെ ദുർബലത കണ്ടെത്താൻ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അവരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുക. അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് എന്താണ് ഭയം എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അവരെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. ഈ വിശ്വാസം അവർക്ക് അവരുടെ ദുർബലയെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം നൽകും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികളുടെ ദുർബലതകൾ കണ്ടെത്തുക. ഈ ദുർബലതകൾ നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ ഒരു അവസരം നൽകും. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നന്ദയുടെ ദുർബലതകൾ മനസ്സിലാക്കി. നന്ദക്ക് അധികാരത്തിനോടുള്ള ആഗ്രഹമാണ് അവന്റെ ദുർബലത എന്ന് ചാണക്യൻ മനസ്സിലാക്കി. ഈ ദുർബലത ഉപയോഗിച്ച് ചാണക്യന് നന്ദയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. സിനിമ. ബാഹുബലിയിലെ ബല്ലാലദേവ. ബല്ലാലദേവക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവന്റെ ദുർബലത എന്ന് ബാഹുബലി മനസ്സിലാക്കി. ഈ ദുർബലത കാരണം ബല്ലാലദേവക്ക് രാജ്യത്തെ ജനങ്ങളെ ഭരിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സൈന്യത്തെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പേർഷ്യൻ സൈന്യത്തിന്റെ ദുർബലതകൾ മനസ്സിലാക്കി. പേർഷ്യൻ സൈന്യത്തിന് അവരുടെ ശക്തിയിൽ അമിതമായി ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഈ ദുർബലത ഉപയോഗിച്ച് അലക്സാണ്ടർക്ക് പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കാൻ കഴിഞ്ഞു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിട്ടപ്പോൾ അദ്ദേഹം അവരുടെ ദുർബലതകൾ മനസ്സിലാക്കി. ചില എതിരാളികൾക്ക് പണത്തോടുള്ള ആഗ്രഹം, മറ്റു ചിലർക്ക് അധികാരത്തോടുള്ള ആഗ്രഹം. ഈ ദുർബലതകൾ ഉപയോഗിച്ച് ഡോണിന് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം റഷ്യൻ സൈന്യത്തിന്റെ ദുർബലത മനസ്സിലാക്കി. റഷ്യൻ സൈന്യം യുദ്ധം ചെയ്യാൻ ഭയപ്പെടുന്നു എന്ന് നെപ്പോളിയൻ മനസ്സിലാക്കി. ഈ ദുർബലത ഉപയോഗിച്ച് നെപ്പോളിയന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. വോൾഡ്മോർട്ട് ഹാരി പോട്ടറെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഹാരിയുടെ ദുർബലത മനസ്സിലാക്കി. ഹാരിക്ക് തന്റെ സുഹൃത്തുക്കളോടുള്ള സ്നേഹമാണ് അവന്റെ ദുർബലത എന്ന് വോൾഡ്മോർട്ട് മനസ്സിലാക്കി. ഈ ദുർബലത ഉപയോഗിച്ച് വോൾഡ്മോർട്ടിന് ഹാരിയെ നേരിടാൻ കഴിഞ്ഞില്ല. ചരിത്രം. ക്ലിയോപാട്ര റോമൻ ഭരണാധികാരികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് ക്ലിയോപാട്ര മനസ്സിലാക്കി. ഈ ദുർബലതകൾ ഉപയോഗിച്ച് ക്ലിയോപാട്രക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. സിനിമ. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയുടെ രോഗം മാറ്റാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഗംഗയുടെ ദുർബലതകൾ മനസ്സിലാക്കി. ഗംഗക്ക് തന്റെ ഭൂതകാലത്തോടുള്ള ഭയമാണ് അവളുടെ ദുർബലത എന്ന് ഡോക്ടർ മനസ്സിലാക്കി. ഈ ദുർബലത ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഗംഗയെ ചികിത്സിക്കാൻ കഴിഞ്ഞു. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ചർച്ചിൽ നാസി ജർമ്മനിയെ നേരിട്ടപ്പോൾ അദ്ദേഹം ജർമ്മനിയുടെ ദുർബലതകൾ മനസ്സിലാക്കി. ജർമ്മനി ഒരു യുദ്ധത്തിൽ തോൽക്കാൻ ഭയപ്പെടുന്നു എന്ന് ചർച്ചിൽ മനസ്സിലാക്കി. ഈ ദുർബലത ഉപയോഗിച്ച് ചർച്ചിലിന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ സാരുമാൻ എന്ന കഥാപാത്രം മോതിരം സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഫ്രോഡോയുടെ ദുർബലത മനസ്സിലാക്കി. മോതിരത്തോടുള്ള ആസക്തിയാണ് ഫ്രോഡോയുടെ ദുർബലത എന്ന് സാരുമാൻ മനസ്സിലാക്കി. ഈ ദുർബലത ഉപയോഗിച്ച് സാരുമാന് ഫ്രോഡോയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു.